ഹലോ എവരി വൺ വെൽക്കം ടു നിമിഷ സ്മാർട്ട് കുക്കിംഗ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ന്യൂട്ടല്ല ഫെയർ റോഷർ കേക്കിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. 3.5 kg നമ്മളിന്ന് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ഏറ്റവും ആദ്യം ഞാൻ ചോക്ലേറ്റ് സ്പഞ്ചൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും ആദ്യം നമ്മൾ ടിന്നൊക്കെ സെലക്ട് ചെയ്യുമ്പം അതനുസരിച്ച് 2 അല്ലെങ്കിൽ 3 ഇഞ്ചിൻ്റെ ഗ്യാപ്പ് വെച്ചിട്ട് വേണം ടിൻ സെലക്ട് ചെയ്യാനായിട്ട്. അപ്പോൾ 9 ഇഞ്ചിൻ്റെ കേക്ക് ടിൻ താഴത്തെ ലെയറിൽ വെച്ചിട്ടുണ്ട്. പിന്നെ 5 ഇഞ്ചിൻ്റെ കേക്ക് ടിൻ ആണെങ്കിൽ മേളത്തേൽ, പിന്നെ 3 ഇഞ്ച് മുകളിൽ, അങ്ങനെയാണ് ഞാൻ സെലക്ട് ചെയ്തേക്കുന്നത് കേട്ടോ. കേക്ക് ടിൻ സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, എന്നാൽ നമുക്ക് ടയർ ശരിക്കും കാണാൻ പറ്റത്തേ ഉള്ളൂ. പിന്നെ താഴത്തെ ബേസ് ആണെങ്കിൽ ഞാനാണെങ്കിൽ 12 ഇഞ്ചിൻ്റെ എടുത്തേക്കുന്നത് കേട്ടോ. 12 ഇഞ്ചിൻ്റെ ഡ്രം ബേസാണ് ഞാൻ എടുത്തേക്കുന്നത്. അപ്പോൾ ഇതനുസരിച്ചാണ് നമ്മൾ ചെയ്തേക്കുക. അപ്പോൾ താഴെ എന്തെങ്കിലും പേര് വെക്കാനോ എന്തെങ്കിലും ഫ്ലവേഴ്സോ കാര്യങ്ങളൊക്കെ വരുവാണെങ്കിൽ നമുക്ക് എക്സ്ട്രാ സ്ഥലം വേണ്ടേ, അപ്പോൾ അതനുസരിച്ച് വേണം ചെയ്യാനായിട്ട്. അപ്പോൾ ഏറ്റവും ആദ്യം ഷുഗർ സിറപ്പ് സോക്ക് ചെയ്ത് കൊടുക്കുക. പിന്നെ ക്രീമിനകത്ത് ഞാൻ ന്യൂട്ടല്ല ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ആക്കി കൊടുത്തതിന് ശേഷം നമ്മൾ അതുകൊണ്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം നമുക്ക് ഫില്ലിങ്ങിനകത്ത് ന്യൂട്ടല്ല മേളിൽ കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം. പിന്നെ ഫെയർ റോഷർ 2 വെച്ച് ഞാൻ ഇതിനകത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് കണക്ക് വേണം നമ്മൾ എല്ലാ ലെയറും റെഡിയാക്കി എടുക്കാനായിട്ട്. പിന്നെ ഇന്ന് ഞാനാണെങ്കിൽ ഒത്തിരി കാര്യങ്ങൾ ഇതിനകത്ത് ഇങ്ങനെ പറഞ്ഞു തരുന്നില്ല. നമുക്ക് എന്തൊക്കെ മെയിൻ പോയിൻ്റ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ നമ്മൾ അതിനെ പറ്റി സംസാരിക്കുന്നത്. അപ്പോൾ ഏറ്റവും ആദ്യം നമുക്കാണെങ്കിൽ ഡ്രം ബേസ് എപ്പോഴും നമ്മൾ ടു ടയറോ 3 ടയറോ നമ്മളെപ്പോഴും ചെയ്യുമ്പോഴും അകത്താണെങ്കിൽ നമ്മൾ സ്ക്വയർ സെറ്റ് ചെയ്യാൻ മറന്നു പോലും. താഴത്തെ ലെയർ നമ്മളെപ്പോഴും 3 സ്ക്വയർ സെറ്റ് ചെയ്യണം. പിന്നെ മേളത്തേൽ 2 സെറ്റ് ചെയ്യും. അതിന് മേളത്തേൽ നമ്മളാണെങ്കിൽ മൊത്തത്തിൽ ഫുള്ളായിട്ട് പ്ലാസ്റ്റിക്കിൻ്റെ അല്ലെങ്കിൽ ബാമ്പൂൻ്റെ ആണെങ്കിലും സ്റ്റിക്ക് ഫുള്ളായിട്ട് സെറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മൾ കേക്ക് സേഫായിട്ട് നമുക്ക് എത്തുന്നിടത്ത് എത്തുകയും ചെയ്യും. ഒരു ഡാമേജ് വരാതെ സൂക്ഷിച്ച് നമുക്ക് കൊണ്ടുപോകാൻ, ഒരു പരിധി വരെ സൂക്ഷിച്ച് കൊണ്ടുപോകാൻ പറ്റും. പിന്നെ ആണെങ്കിൽ എപ്പോഴും നമ്മൾ താഴത്തെ ടയർ ആണെങ്കിൽ കേക്ക് സ്റ്റേക്ക് ചെയ്യുന്നതിന് മുന്നേ 5 മണിക്കൂറത്തേക്ക് മിനിമം 5 മണിക്കൂർ കേക്ക് സെറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതിന് ശേഷം നമ്മൾ ഡെലിവറി എപ്പോഴാണ് ചെയ്യേണ്ടത് അപ്പോൾ ചെയ്താൽ മതി കേട്ടോ. അതിൻ്റെ 1-2 മണിക്കൂർ മുന്നേ നമ്മൾ സ്റ്റേക്ക് ചെയ്യാവുള്ളൂ, അല്ലെങ്കിൽ താഴത്തെ കേക്കിന് ഡാമേജ് വരാൻ ചാൻസ് കൂടുതലാണ്. അപ്പം അങ്ങനെ വേണേ ചെയ്യാനായിട്ട്. അപ്പോൾ ദിവസം ആണെങ്കിൽ മേളത്തിൽ ലെയറും ചെയ്ത് റെഡിയാക്കി എടുക്കുന്നുണ്ട്. ഫ്രണ്ട്സ്, ഞാൻ പറഞ്ഞു തരുന്ന കാര്യത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് ചോദിച്ചാൽ മതി കേട്ടോ. തീർച്ചയായിട്ടും ഞാൻ എല്ലാം ഡൗട്ട് ക്ലിയർ ചെയ്യുന്നതായിരിക്കും. പിന്നെ ഈ കേക്കാണെങ്കിൽ ഞാൻ ആദ്യം കാണിച്ചിട്ടുണ്ട് കേട്ടോ. ഞാനാണെങ്കിൽ അവർക്ക് കേക്കിൻ്റെ ഡിസൈൻ കാണിച്ചു കൊടുത്തപ്പം ഞാൻ ചെയ്ത കേക്കിൻ്റെ തന്നെ ഡിസൈൻ അവർക്ക് ഇഷ്ടപ്പെട്ട കേട്ടോ. അത് ഞാൻ 2 ടയർ കേക്കാണ് റെഡിയാക്കിയിരുന്നത്. ഇത് നമുക്കാണെങ്കിൽ 3 ടയറിൽ നമ്മൾ റെഡിയാക്കി എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളിന്ന് കേക്ക് റെഡിയാക്കി എടുത്തേക്കുന്നത്. അപ്പോൾ ഇതാണെങ്കിൽ അവർക്കാണെങ്കിൽ ബ്രിക്ക് റെഡ് കളറായിരുന്നു വേണ്ടത്. അപ്പോൾ നമ്മൾ ഒത്തിരി ക്രീമിനകത്ത് റെഡ് കളർ ആഡ് ചെയ്യുമ്പോൾ അതുപോലെ നമുക്ക് കിട്ടത്തില്ല. അപ്പോൾ ആദ്യം നമ്മളാണെങ്കിൽ കുറച്ച് ലൈറ്റ് റെഡ് ചെയ്തതിന് ശേഷം നമ്മൾ വേണം കുറച്ച് ക്രീമിനകത്ത് ഇതുപോലെ എക്സ്ട്രാ കളർ ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട്. ഒത്തിരി ക്രീമിനകത്ത് നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് വിചാരിച്ച ആ കളർ കിട്ടത്തില്ല കേട്ടോ. അപ്പോൾ ബ്രിക്ക് റെഡ് കളർ കിട്ടാനായിട്ട് ഒരു 5-6 ഡ്രോപ്പ് ഞാനാണെങ്കിൽ റെഡ് കളറും 2-3 ഡ്രോപ്പ് നമുക്ക് ബ്ലൂ കളറും 2 ഡ്രോപ്പ് യെല്ലോ കളറും ഇങ്ങനെ വേണേ ചെയ്യാനായിട്ട്. ഇതനുസരിച്ച് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന കളറ് അതുകൊണ്ട് തന്നെ നമ്മൾ ഐസിങ് ചെയ്തെടുക്കുന്നത്. ഇത് കണക്കാണ് നമ്മളെല്ലാം കളറും റെഡിയാക്കി എടുത്തേക്കുന്നത്. പിന്നെ അവർക്ക് അങ്ങനെയൊന്നും അവർ പ്രത്യേകിച്ചൊന്നും ഡിസൈൻ അങ്ങനെ ഇത്രയും ഡാർക്കിഷ് കളർ വേണമെന്നോ അങ്ങനെയൊന്നും അവർ പറഞ്ഞില്ലായിരുന്നു കേട്ടോ. അത് കണ്ടപ്പം അവർക്കത് ഇഷ്ടപ്പെട്ടപ്പോൾ അവർ പറഞ്ഞു സെയിം ഞങ്ങൾക്ക് ഇതുപോലെ തന്നെയാണ് ഡിസൈൻ വേണ്ടത്, പക്ഷേ 3 ടയറിൽ നിങ്ങൾ റെഡിയാക്കി തന്നാൽ മതി എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഇതേണൊക്കെ നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതേ എല്ലാ ലെയറും റെഡിയാക്കിയതിന് ശേഷം മേളിൽ കൂടെ ഒരു ഫോൾട്ടൈൻ ഡിസൈനും വരുന്നുണ്ട് കേട്ടോ. മേളിലും വരുന്നു, താഴത്തെ ബേസിനും വരുന്നുണ്ട്. അപ്പോൾ അതൊരു ഓഫ് വൈറ്റ് കളറായിരുന്നു വേണ്ടത്. അപ്പം ക്രീമിനകത്ത് ഞാൻ ഒരു ഡ്രോപ്പ് യെല്ലോ കളർ ആഡ് ചെയ്തതിന് ശേഷം അതുകൊണ്ടാണ് നമ്മളൊന്ന് ഐസിങ് ചെയ്ത് കൊടുക്കുന്നത്. ഇതുപോലെ ഫോൾട്ടൈൻ റെഡിയാക്കി എടുത്തേക്കുന്നത്. മേളിൽ കൂടെ ഒരു പെലറ്റ് ടൈപ്പ് ഡിസൈനും ഉണ്ടായിരുന്നു. അപ്പം ഞാനാണെങ്കിൽ ഇതാണെങ്കിൽ സ്ക്വയറും കുത്തുന്നൊന്നും വീഡിയോ വന്നില്ല കേട്ടോ. എല്ലാം ലാസ്റ്റ് പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ശ്രദ്ധിച്ച് വീഡിയോസൊന്നും ഇല്ലെന്ന്. അപ്പം ഞാനാണെങ്കിൽ ഇത് നേരത്തെ ഞാൻ ചെയ്തെന്ന് പറഞ്ഞില്ലേ, ആ വീഡിയോ ഒന്ന് എടുത്ത് നോക്കിയാൽ മതി കേട്ടോ. അതിനകത്ത് ഞാൻ കാണിച്ചു തരുന്നുണ്ട് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. അപ്പോൾ അതുപോലെ നിങ്ങൾ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ അതേ ഇത് കണക്ക് നമ്മളെല്ലാം സെറ്റാക്കി കൊടുക്കുക. എന്നിട്ട് പതുക്കെ ധൃതിയൊന്നും പിടിക്കാതെ സൂക്ഷിച്ച് വേണം. ഒത്തിരി ടെൻഷൻ എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നോർമലായിട്ട് സിമ്പിളായിട്ടും ചെയ്താൽ മതി. ഞാനിത് തന്നെ അതിനെ പഠിച്ചാൽ കേട്ടോ. ആരും പഠിപ്പിച്ചതോ അല്ല ഞാനെങ്കും പഠിക്കാൻ പോയൊന്നും അല്ല, സ്വയം നമ്മൾ ചെയ്യാവുന്നതേ ഉള്ളൂ കാര്യങ്ങളൊക്കെ. അപ്പോൾ അതേ കണ്ടില്ലേ, മേളിൽ കൂടെ ഞാൻ ഫുള്ളായിട്ട് പ്ലാസ്റ്റിക്കിനെ വെച്ച് കൊടുത്ത് കാണിക്കാൻ വിട്ടുപോയതാണ് കേട്ടോ. അത് നിങ്ങളെല്ലാവരും ഒന്ന് ക്ഷമിക്കണേ. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് ചോദിച്ചാൽ മതി കേട്ടോ. നിങ്ങളെല്ലാം ഡൗട്ട് ഞാൻ ക്ലിയർ ചെയ്യുന്നതായിരിക്കും. പിന്നെ ഇത് എനിക്ക് കുറേ ഫ്ലവേഴ്സ് നമ്മളിതുപോലെ എല്ലാം വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ചാണെങ്കിൽ സ്പ്രിങ്കിൾസ് നമ്മളാണെങ്കിൽ വൈറ്റും പേൾസിൽ ചെറുതും വലുതുമൊക്കെ ആയിട്ട് മീഡിയം സൈസിൽ അതും നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. 3.5 kg ന്യൂട്ടല്ല ഫെയർ റോഷർ കേക്കാണ് നമ്മൾ റെഡിയാക്കിയിരിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നു, ഈ കേക്കിൻ്റെ ഡിസൈൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് അറിയിക്കുക. ഞാൻ ചെയ്ത ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇച്ചിരിയെങ്കിലും നല്ലതാണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് എന്തൊക്കെ വീഡിയോ കാണണമെന്ന് വെച്ചാൽ നിങ്ങൾ എന്നെ അറിയിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി തീർച്ചയായിട്ടും
കൊണ്ടുവരുന്നതായിരിക്കും. നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരത്തേക്കും ബൈ ഫ്രണ്ട്സ്. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ടേക്ക് കെയർ.